നമസ്കാരം. യുഎസും ഇസ്രയേലും തുടക്കം കുറിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ശമനമില്ലാതെ തുടരുമ്പോൾ ഞായറാഴ്ച മിസൈലുകളുടെ ഒരു പരമ്പരയാണ് ഇറാൻ പ്രയോഗിച്ചത്. ഇസ്രയേൽ യുഎസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഈ വിക്ഷേപണം. ആദ്യമായി ഉപയോഗിച്ച സജ്ജിൽ മിസൈൽ ഉൾപ്പെടെ അതിനൂതന മിസൈലുകളാണ് ഇറാൻ വർഷിച്ചത്. ഇക്കാര്യം ഇറാന്റെ വാർത്താ ഏജൻസി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത 2 ഘട്ട ബാലിസ്റ്റിക് മിസൈലാണ് സജ്ജിൽ. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. സജ്ജിൽ, അഷോറ എന്നീ പേരുകളിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ അറിയപ്പെടുന്നത്. 1990കളുടെ തുടക്കത്തിലാണ് സജ്ജിൽ രൂപകൽപ്പന ആരംഭിച്ചത്. ഇറാന്റെ സജ്ജിൽ 2 ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയും ഏകദേശം 700 കിലോഗ്രാം ഭാരവും ശേഷിയുള്ള മിസൈലാണ്. ഇതിന്റെ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തന മികവ് കാരണം ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നു. ഇത് അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തന്ത്രപ്രധാനവും അന്താരാഷ്ട്ര പഠനങ്ങളിലെ കേന്ദ്രം അനുസരിച്ച് മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും ഏകദേശം 1.25 മീറ്റർ വ്യാസവും ഏകദേശം 23,600 കിലോഗ്രാം ഭാരവുമുണ്ട്. ഇതിന്റെ ഖര ഇന്ധന രൂപകൽപ്പന തന്ത്രപ്രധാനമായ ഗുണഫലം നൽകുന്നുണ്ട്. പഴയ ദ്രാവക ഇന്ധന സംവിധാനങ്ങളെ വേഗത്തിൽ തയ്യാറാക്കുവാനും വിക്ഷേപിക്കുവാനും സാധിക്കുന്നുണ്ട്. യുദ്ധം 16ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മിസൈൽ വിക്ഷേപണം തീമഴയായി വർഷിച്ചത്. എന്തായാലും CSISന്റെ റിപ്പോർട്ട് അനുസരിച്ച് സജ്ജിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം 2008ലാണ് നടന്നത്. ആദ്യ പ്രയോഗത്തിൽ മിസൈൽ ഏകദേശം 800 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. മെച്ചപ്പെട്ട ഗൈഡൻസ്, നാവിഗേഷൻ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനായി 2009 മെയ്യിൽ രണ്ടാമത്തെ വിക്ഷേപണവും നടത്തി. 2009 മുതൽ 4 അധിക ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 6ാമത്തെ ടെസ്റ്റ് മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഏകദേശം 1900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. യുഎസും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച സംയുക്ത ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ, ഇസ്രയേൽ, ഗൾഫ് രാജ്യങ്ങളിൽ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ്. അതേസമയം ഇസ്രയേലും യുഎസും ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധത്തിൽ ഇതിനോടകം തന്നെ 2000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇറാനിയരാണ്. എന്തായാലും ഈ യുദ്ധത്തിൽ ഒത്തുതീർപ്പുമായി ട്രംപ് ഇറങ്ങി എന്നുള്ള ചർച്ചകൾ, അതായത് ഇറങ്ങി എന്നുള്ള വാർത്തകൾ പൂർണ്ണമായും ഇറാൻ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്.